ഇന്ന് ആഷാഢ ഗുപ്ത നവരാത്രിയെക്കുറിച്ച് പറയാനാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ആഷാഢ ഗുപ്ത നവരാത്രി ജൂലൈ 15 മുതൽ ജൂലൈ 23 വരെയാണ്. അതായത് ഇന്നു മുതലാണ് ആഷാഢ ഗുപ്ത നവരാത്രി പൂജകൾ ചെയ്യുന്നത്. ആഷാഢ ഗുപ്ത നവരാത്രി വരാഹി നവരാത്രി എന്നുകൂടി അറിയപ്പെടുന്നുണ്ട്. ദിവ്യ സ്ത്രീത്വത്തിൻ്റെ ആരാധനയ്ക്കായിട്ട് സമർപ്പിച്ചിരിക്കുന്ന ഒരു പവിത്രമായ 9 ദിവസത്തെ കാലഘട്ടമാണ് ആഷാഢഗുപ്ത നവരാത്രി എന്ന് പറയുന്നത്. മറ്റ് നവരാത്രികളിൽ പൊതു ആഘോഷങ്ങളാണ് ഉണ്ടാവാറുള്ളത്. എന്നാൽ ഈ കാലഘട്ടം ഗുപ്ത നവരാത്രി എന്ന രീതിയിലാണ്. അതായത് ഗുപ്ത എന്ന് പറയുന്നത് മറഞ്ഞിരിക്കുന്ന എന്നുള്ളതാണ്. അതായത് ഇത് നമ്മൾ പൊതു ആഘോഷങ്ങളിനേക്കാൾ കൂടുതലായിട്ട് ശാന്തമായ ആത്മീയമായ അച്ചടക്കം, ആത്മപരിശോധന, അല്ലെങ്കിൽ താന്ത്രിക അല്ലെങ്കിൽ മന്ത്രസാധന എന്നിവയ്ക്കൊക്കെ ആയിട്ട് സമർപ്പിച്ചിരിക്കുന്ന ഒരു കാലഘട്ടത്തിനെയാണ് ഈ ഗുപ്ത നവരാത്രികൾ എന്ന് പറയുന്നത്. അതിൽ മാഘഗുപ്ത നവരാത്രിയുണ്ട്, ആഷാഢ ഗുപ്ത നവരാത്രിയുണ്ട്. സാധാരണയായിട്ട് ഇത്തരം ചടങ്ങുകളിൽ വേണ്ടിയിട്ട് സമർപ്പിച്ചിരിക്കുന്നത്. അതിൽ ആഷാഢ ഗുപ്ത നവരാത്രിയാണ് ഈ ജൂലൈ 15 മുതൽ 23 വരെയുള്ള ദിവസങ്ങളിൽ ആചരിക്കുന്നത്. പരമ്പരാഗതമായിട്ട് ഭക്തർ ഈ സമയത്ത് ദശമഹാവിദ്യകളെയും, അതായത് ദേവിയുടെ ദശമഹാവിദ്യകളെ, ദേവിയുടെ 10 ശക്തമായ പ്രപഞ്ച രൂപങ്ങളെയും വാരാഹി ദേവിയെയും ആരാധിക്കാനാണ് ഉപയോഗിക്കുന്നത്. ആത്മീയ വളർച്ച, ദിവ്യ സംരക്ഷണം, തടസ്സങ്ങൾ നീക്കം ചെയ്യൽ എന്നിവയ്ക്ക് ഈ കാലഘട്ടം വളരെ ശക്തമായിട്ടാണ് കണക്കാക്കുന്നത്. ദൈനംദിന ആരാധന എന്ന് പറയുന്നത് ബ്രഹ്മചര്യം പാലിക്കേണ്ടതാണ്. സാത്വിക ഭക്ഷണങ്ങൾ മാത്രം കഴിക്കുക എന്നുള്ളതാണ്. അതേപോലെ ഉള്ളി, വെളുത്തുള്ളി, മാംസം, മദ്യം എന്നിവയൊക്കെ ഒഴിവാക്കും. ഈ സമയത്ത് മുടിയോ നഖമോ വെട്ടരുത് എന്നാണ് പറയുക. അത്രയും സാത്വികമായിട്ടുള്ള ഒരു ചടങ്ങുകളാണ് ഈ ഗുപ്ത നവരാത്രി എന്ന് പറയുന്നത്. സാധാരണയായിട്ട് കേരളത്തിൽ സാധാരണക്കാരും ഈ നവരാത്രി സാധാരണയായിട്ട് എടുക്കാറില്ല. എന്നാലോ അമ്പലങ്ങളിൽ പൂജാ ചടങ്ങുകളിൽ ഉണ്ടാവും. ദേവിയുടെ അമ്പലങ്ങളിൽ ദേവിക്ക് സമർപ്പിക്കുന്നത് ചുവന്ന പൂക്കൾ, പഴങ്ങൾ, മധുര പലഹാരങ്ങൾ ഒക്കെയാണ് ദേവിക്ക് ഈ സമയത്ത് പൂജകളിൽ സമർപ്പിക്കുന്നത്. അതേപോലെ നെയ്വിളക്ക് തെളിയിച്ച് ധ്യാനത്തിലോ മന്ത്രജപത്തിലോ ഏർപ്പെടുകയാണ് സാധാരണ വീട്ടിൽ നമുക്ക് ചെയ്യാൻ കഴിയുന്നത്. ആഷാഢഗുപ്ത നവരാത്രി ഇന്ന് ജൂലൈ 15 മുതൽ ജൂലൈ 23 വരെയാണ് എന്ന് പറഞ്ഞു. ഓരോ ദിവസവും നമ്മൾ ആചരിക്കുന്ന സാധന ചെയ്യേണ്ടത് ഏത് ദേവതകളെയാണ്, ഏത് പ്രാഥമിക മന്ത്രങ്ങളാണ് എന്നൊക്കെ ഉണ്ട്. ജൂലൈ 15, അതായത് 1-ാം ദിവസം ശൈലപുത്രി ദേവിയെയാണ് പൂജിക്കേണ്ടത്. മാ താര എന്നുകൂടി ശൈലപുത്രി ദേവിയെ വിളിക്കാറുണ്ട്. ഓം ഐം ഹ്രീം ക്ലീം ചാമുണ്ഡായേ എന്നാണ് മന്ത്രം. ജൂലൈ 16-ന് 2-ാം ദിവസം ബ്രഹ്മചാരിണി ദേവി അല്ലെങ്കിൽ ത്രിപുര സുന്ദരി ദേവിയുടെ ഭാവത്തിലാണ് ആരാധിക്കേണ്ടത്. ഓം ഹ്രീം ദം ദുർഗായേ നമ എന്നാണ്. 3-ാം ദിവസം ജൂലൈ 17-ന് ചന്ദ്രഗണ്ഠാദേവി അല്ലെങ്കിൽ ഭുവനേശ്വരി ദേവിയുടെ ഭാവത്തിലാണ് പൂജിക്കുന്നത്. ഓം ക്രീം കാലികായേ നമ. 4-ാം ദിവസം ജൂലൈ 18-ന് കുഷ്മാണ്ഡാദേവി അല്ലെങ്കിൽ ഭൈരവി ദേവി എന്ന രീതിയിലാണ് പൂജിക്കേണ്ടത്. ഓം ഹ്രീം ശ്രീം ചണ്ഡികായേ നമ. 5-ാം ദിവസം ജൂലൈ 19-ന് സ്കന്ദമാത അല്ലെങ്കിൽ ചിന്നമസ്ത ദേവിയുടെ രൂപത്തിലാണ് പൂജിക്കുന്നത്. ഓം ദം ദുർഗായേ നമ. 6-ാം ദിവസം ജൂലൈ 20-ന് കാർത്യായനി ദേവി അല്ലെങ്കിൽ ധൂമാവതി ദേവിയുടെ ഭാവത്തിലാണ് പൂജിക്കേണ്ടത്. ഓം ഐം സരസ്വതിയേ നമ. 7-ാം ദിവസം ജൂലൈ 21-ന് കാളരാത്രി ദേവി അല്ലെങ്കിൽ ബഗലാമുഖി ദേവിയുടെ ഭാവത്തിലാണ് പൂജിക്കുന്നത്. ഓം ഹ്രീം മഹാലക്ഷ്മിയേ നമ.
8-ാം ദിവസം ജൂലൈ 22-ന് മഹാഗൗരി ദേവി അല്ലെങ്കിൽ മാതംഗി ദേവിയുടെ ഭാവത്തിലാണ് പൂജിക്കേണ്ടത്. ഓം കാത്യായന്യൈ നമഃ. 9-ാം ദിവസം ജൂലൈ 23-ന് സിദ്ധിദാത്രി ദേവി അല്ലെങ്കിൽ കമലാത്മിക ദേവിയുടെ ഭാവത്തിലാണ് പൂജിക്കേണ്ടത്. ഓം ശ്രീം ഹ്രീം ക്ലീം നമഃ. ഇതാണ് ഓരോ ദിവസത്തെ ഭാവങ്ങളും ദേവിയുടെ ഭാവങ്ങളും മന്ത്രങ്ങളും ഏതൊക്കെയാണെന്നുള്ളതാണ് പറഞ്ഞത്. മാഘഗുപ്ത നവരാത്രിയിലെ ഓരോ ദിവസത്തെക്കുറിച്ചും പൂജകളും അർച്ചനകളും നൈവേദ്യങ്ങളെക്കുറിച്ചും ഒക്കെ ഇതിനു മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇത് ആഷാഢ ഗുപ്ത നവരാത്രിയാണ്. ഇന്നു മുതൽ ജൂലൈ 23 വരെയുള്ള ദിവസങ്ങളിൽ ആചരിക്കപ്പെടുന്നത്. എല്ലാവർക്കും ആഷാഢ ഗുപ്ത നവരാത്രി ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുകയാണ്. നന്ദി, നമസ്കാരം.